ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എല്ലാ വീഡിയോകളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ ഇട്ടത് ബാങ്ക് ലിങ്കേജ് വായ്പയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ബുക്കുകളിൽ എഴുതാമെന്നതാണ്. നമ്മുടെ തിരിച്ചടവ്, ബാങ്ക് ലിങ്കേജ് വായ്പയുടെ തിരിച്ചടവ് എങ്ങനെയാണ് നമ്മൾ മുതലും പലിശയൊക്കെ വേർതിരിച്ച് എഴുതുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. നമ്മൾ സാമ്പത്തിക രജിസ്റ്ററിൽ എങ്ങനെ എഴുതുന്നു എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാം, നമുക്ക് ഒരു നോട്ട്ബുക്കിൽ ഇതെങ്ങനെ രേഖപ്പെടുത്തി വെക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം ബാങ്ക് ലിങ്കേജ് വായ്പാ വിവരങ്ങൾ. ഹെഡിങ് കൊടുത്തതിന് ശേഷം ബാങ്ക് ലിങ്കേജ് വായ്പ എവിടെ നിന്നാണ് അനുവദിച്ചത് ആ ബാങ്കിൻ്റെ പേരെഴുതുക. അതിനുശേഷം അനുവദിച്ച തുക എത്രയാണോ അതെഴുതുക. അനുവദിച്ച ഡേറ്റ് എഴുതുക. തിരിച്ചടവ് കാലാവധി എഴുതുക. തിരിച്ചടവ് എമൗണ്ട് എത്രയാണെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട് അതെഴുതുക. അതിനുശേഷം പലിശ എത്രയാണോ അതെഴുതുക. ഇതിനുശേഷം നമുക്കൊരു വലിയ കോളം വരയ്ക്കാം. അതായത് നമുക്ക് ആദ്യത്തെ കോളത്തിൽ എല്ലാ അംഗങ്ങളുടെയും പേരെഴുതാം. ലിങ്കേജ് വായ്പ എടുത്ത എല്ലാ അംഗങ്ങളുടെയും പേരെഴുതുക. അതിനുശേഷം നമുക്ക് തിരിച്ചടവ് ഡേറ്റ് തന്നിട്ടുണ്ട്. ആ തിരിച്ചടവ് ഡേറ്റ് തന്നിരിക്കുന്നതിന് തൊട്ട് മുന്നിലത്തെ ദിവസത്തെ ഡേറ്റ് വേണം നമ്മൾ ഇട്ട് വെക്കാനായിട്ട്. നമുക്ക് ബാങ്കുകാർ ഇന്ന ദിവസമാണ് പൈസ പിടിക്കുന്നതെന്ന് നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിന് തൊട്ട് മുന്നിലത്തെ ദിവസമായിരിക്കണം നമ്മൾ എപ്പോഴും പൈസ ബാങ്കിൽ കൊണ്ടിടാനായിട്ട്. ഇൻ കേസ് അന്നത്തെ ദിവസം അവധിയാണോ ഇല്ലയോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. കാരണം അങ്ങനെ ഒരു അവധി ഉണ്ടെങ്കിൽ അതിനും മുന്നിലത്തെ ഡേറ്റിലായിരിക്കണം നമ്മൾ പൈസ കൊണ്ട് നിക്ഷേപിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമുക്ക് തിരിച്ചടവ് ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റ് വേണം നമ്മൾ അവിടെ നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്ന ഡേറ്റ്, ആ ഡേറ്റ് ഇട്ട് പോകണം. ബാങ്കിൽ പൈസ നമ്മൾ എന്നാണോ നിക്ഷേപിക്കുന്നത് ആ ഡേറ്റ് ഓരോ മാസവും വേർതിരിച്ച് കോളം വരച്ച് എഴുതി പോകണം. തൊട്ട് അടുത്ത മാസമായിരിക്കും നമ്മൾ ആദ്യത്തെ അടവ് നടത്തുന്നത്. അപ്പോൾ ആ അടവ് നടത്തുമ്പോൾ അത് ഏത് ഡേറ്റിലാണോ ആ അടവ് അതേ സെയിം ഡേറ്റ് ആയിരിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാ മാസത്തിലും കയറി പോകുന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ ഓരോ കോളത്തിലായിട്ട് ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു 7-8 മാസം അങ്ങ് നേരത്തെ വരച്ചിടുക. എന്നിട്ട് ഓരോ മാസവും അംഗങ്ങൾ പൈസ നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ അടയ്ക്കുമ്പോൾ ആ അംഗങ്ങളുടെ നേരെ ആ മാസം പൈസ എത്ര രൂപയാണ് അടച്ചതെന്ന് ഓരോ മാസവും രേഖപ്പെടുത്തി പോകുക. അങ്ങനെ രേഖപ്പെടുത്തി പോകുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ എത്രാമത്തെ അടവാണ് അടച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓരോ അംഗങ്ങളും കറക്റ്റ് അടച്ചു പോകുന്നത് അറിയാൻ പറ്റും. അതുമാത്രമല്ല അംഗങ്ങൾക്ക് തന്നെ ബുക്ക് നോക്കുമ്പോൾ അവരവർ പൈസ അടച്ചു പോയിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നതിൻ്റെ ഗുണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. സംശയങ്ങൾ മാറ്റിത്തരുന്നതായിരിക്കും.